സമരമൊക്കെ ഞങ്ങൾക്ക് നടത്താൻ പ്രതിഷേധങ്ങൾ നടത്താൻ വിചാരിച്ചല്ല. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളോട് കൂടി ഉള്ളത് PDPയുടെ ഒരു നേതാവും ബിസിനസ്സുകാരനുമായ ഒരു സമുന്നതനായ ജനകീയ പ്രിയങ്കരൻ ഷമീർ സാഹിബാണ്. അദ്ദേഹം നമ്മളോട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമാന ഹോസ്പിറ്റൽ കുറ്റിപ്പുറം നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അമാന ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലുകളും ഇല്ലാത്ത സമയത്താണ് അവിടെ ഒരു ഹോസ്പിറ്റൽ വന്നതും ഒരുപാട് രോഗികൾ അതിനെ ആശ്രയിക്കുന്നതും. എന്നാൽ ഇന്ന് എന്താണ് അവിടെ സംഭവിച്ച ഒരു ദുരൂഹമായ ഒരു മരണം? അമീന എന്ന ഒരു കുട്ടിയുടെ മരണം അവിടെയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ഷമീർ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുക. ഷമീർ സാഹിബ്, എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് നമ്മളിപ്പോൾ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റൽ നമുക്കറിയാം. നമ്മൾ ഈ കുറ്റിപ്പുറം പഞ്ചായത്തും അതുപോലെ നമ്മുടെ ഈ തിരൂർ താലൂക്ക് എന്ന് തന്നെ പറയാം. നമ്മളെ ഈ ഏരിയയിൽ മൊത്തം ആളുകൾ ഒരു ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അമാന ഹോസ്പിറ്റൽ. അതെ, പെട്ടെന്ന് അമാന നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അങ്ങണ്ടാണ് നമ്മൾ നല്ല ഡോക്ടറാണ്. അപ്പോൾ നല്ല ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കും രോഗികളെ. നമ്മൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും നമ്മൾ അമാന എന്നുള്ള വാക്ക് നമ്മളെ മുമ്പിൽ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഈ അമാന ഹോസ്പിറ്റലിൽ മാനേജ്മെൻറ്റ് നമ്മളെ കുറ്റിപ്പുറം മേഖലയിലുള്ള ടൗൺ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ പാർട്ട്ണർമാരും മാനേജ്മെൻറ്റൊക്കെ ഉള്ളത്. പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിച്ചത് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ദാരുണമായിട്ട് സംഭവിച്ചത്, അവിടുത്തെ ഒരു കുട്ടി അവിടെ 2.5 വർഷമായിട്ട് നഴ്സായിട്ട് വന്ന അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അമീന എന്ന പെൺകുട്ടി, എറണാകുളം ജില്ലയിലെ കോതമംഗലം മണ്ഡലത്തിലെ പല്ലാരിമംഗലം പഞ്ചായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് അമീന. ആ കുട്ടി 2.5 വർഷമായി ഇവിടെ ജോലിക്ക് വേണ്ടി വന്നു. അങ്ങനെ ജോലി തുടർന്ന് പോവാണ്. അപ്പോൾ ആ കുട്ടിയാണ് ഇപ്പോൾ മാനസികമായ പ്രയാസം കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു GM ഉണ്ട്. ഈ അമാന ഹോസ്പിറ്റലിൻ്റെ ഒരു GM അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെറുപ്പക്കാരനാവ് 35 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ മോശമായി ഈ കുട്ടിയോട് നിരന്തരം ഹാർഡ് വർക്ക് കൂടുതൽ കൊടുത്തുകൊണ്ടും ഈ കുട്ടിയെ മാനസികമായി പീഡനങ്ങൾ കൊടുത്തുകൊണ്ടും പ്രയാസപ്പെടുത്തിയത് കൊണ്ട് ഈ കുട്ടിക്ക് പെട്ടെന്ന് ഈ പെൺകുട്ടികളല്ല, അവർക്ക് നമ്മൾ ആണുങ്ങളുമായില്ല, അവർ പെട്ടെന്നുള്ള അറ്റാക്കിൽ അവർ ഉടനെ ആ കുട്ടി ചെയ്തത് റൂമിൽ പോയി അമിതമായി ഗുളിക കഴിച്ചു. ആ കുട്ടി അബോധാവസ്ഥയിലായപ്പോൾ മറ്റു കുട്ടികളാരും ഈ കുട്ടീനെ കാണാത്ത സാഹചര്യം വന്നപ്പോൾ കുട്ടി അന്വേഷിച്ച് ചെന്നപ്പോൾ റൂമിൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് നടക്കാവ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കോട്ടക്കൽ മിംസിലെത്തിച്ചു. ഒരു ദിവസം ആ കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഒരു ദിവസം കുട്ടിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൊഴി ഇനി പോലീസിന് കിട്ടും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ആ കുട്ടി പറഞ്ഞ പല വാക്കുകളും വാട്സാപ്പിലുണ്ട്. ഈ മാനേജ്മെൻറ്റ് ചെയ്തതും ഈ GM ചെയ്ത കാര്യങ്ങളും, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന GM ചെയ്ത കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ റെക്കോർഡിലുണ്ട്, മൊബൈലിലുണ്ട്. അപ്പോൾ അത് തെളിവ് പോലീസിനത് മതിയല്ലോ. മാത്രവുമല്ല ആ കുട്ടി ഇവിടുന്ന് റിസൈൻ ചെയ്ത് 2.5 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ആ കുട്ടീനെ ഒരു നിലക്കും പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായ പീഡനങ്ങൾ, കടലാസുകൾ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റും ഒന്നും കൊടുക്കാൻ ഇവിടുന്ന് തയ്യാറില്ല എന്ന് പറഞ്ഞത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചത്. പൊതുവെ അവരുടെ സ്റ്റാഫുകളിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് അവനൊരു മൃഗമാണ് എന്നാണ്. അവർ പറയുന്ന ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കല്ലെറിയൊന്നും ചെയ്തില്ലേ എന്ന്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചപ്പോൾ സ്റ്റാഫുകൾ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യം അവനായിരുന്നു, അവനെ കൈ
കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പകുതി ജീവനാക്കുമായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ സ്റ്റാഫുകൾ പറഞ്ഞത്. ഹോസ്പിറ്റലിനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതെ, ഹോസ്പിറ്റലിനെ പറ്റി പൊതുവേ നമ്മളിപ്പോൾ സാധാരണ ആളുകൾ ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ അവിടെ പോകും. ഇങ്ങനത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയക്കാരും മറ്റു ക്ലബ്ബുകളും മറ്റു സാംസ്കാരിക മേഖലയുള്ളവരൊക്കെ ഇത് പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പം അതിന് ഇന്നലെ അതിശക്തമായ സമരമാണ്. PDP സമരമാണ് ഫസ്റ്റിൽ തുടങ്ങിയത്. ഫസ്റ്റ് PDP സമരം തുടങ്ങി. PDP ആണ് ഈ കാര്യം ആദ്യമായിട്ട് പിന്നെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ അമാന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതും അതുപോലെ തന്നെ ഈ സമരപരിപാടികൾക്ക് രൂപം കൊടുത്തതും ഒരു ശക്തമായ സമരം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പത്രവാർത്ത കൊടുത്തൊക്കെ PDP ആണ്. അതിനുശേഷമാണ് പിന്നെ നൈസ് സംഘടന അതുപോലെ തന്നെ DYFI പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഈ സമരത്തിലേക്ക് വന്നു. എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് കൈകോർത്തിട്ടാണ് ഇന്നലെ ഒരു സമര പരമ്പര തന്നെയായിരുന്നു. പഞ്ചായത്തിൽ കുറ്റിപ്പുറം ടൗണിൽ ഇന്നലെ സമര പരമ്പരയായിരുന്നു. എന്തിനു വേണ്ടി? ഈ കുട്ടിക്ക് നീതി കൊടുക്കണം, ഈ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ സമരമാണ് ഇന്നലെ നടന്നത്. ഈ കുട്ടി എന്താ ഉംറക്ക് പോകാനൊക്കെ എന്തൊക്കെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനല്ലേ ഉമ്മാനിയും. ഈ കുട്ടിയുടെ കുടുംബവിശേഷം എങ്ങനെയാണ്? കുടുംബവിശേഷം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ ദയനീയമായൊരു കുടുംബമാണ്. വളരെ കഷ്ടപ്പാടും യാതനകളൊക്കെ ഉള്ളൊരു കുടുംബമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ വീക്ഷിക്കുന്ന ഈ പിന്നെ നമ്മളെ ചാനലിലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി പിന്നെ ഈ 20 വയസ്സ് വരെ 22 വയസ്സ് വരെ ആ കുട്ടീനെ, പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, ആ കുട്ടീനെ പഠിപ്പിച്ച് വലുതാക്കി എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടാവും ഈ രക്ഷിതാക്കൾ ആ കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ആ കുട്ടീനെ അത്രയും പഠിപ്പിച്ച് എല്ലാ നിലക്കും എത്തിച്ച് ഒരു പിന്നെ ജോലിയിൽ പിന്നെ ആക്കി കൊടുത്തിട്ട് 20-ാം വയസ്സിൽ 21-ാം വയസ്സിൽ മരണപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഇവനക്ക് ഈ അബ്ദുറഹ്മാനെ സംബന്ധിച്ചോളം അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവളെ കുറേ അകലല്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇവിടെ അവനെ പ്രതികാരം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതെ അതാണ് അവന് ഇത് പിന്നെ ജോലിക്കാരെ പൊതുവെ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകാരെന്നല്ല ഏത് സ്ഥാപനങ്ങളായാലും ഈ മാനേജർമാരെ നല്ല സൂക്ഷിക്കണം. അവർ വലിയ മൃഗങ്ങൾ, ഒരുപാട് മൃഗങ്ങൾ മാനേജർമാരുണ്ട്. നമ്മളിപ്പോൾ ഗൾഫിൽ പോയവരെന്നെ പറയുന്നത് കേൾക്കാം, പിന്നെ മാനേജർ മോശമാണ്, മുതലാളി ഉഷാറാണ്, മാനേജർ മോശമാണ്. ഈ മാനേജർമാരെ നിർത്തുന്നത്, കാടന്മാരായ മാനേജർമാരെ നിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ കാര്യവിജയത്തിന് വേണ്ടിയാണ്. അപ്പോൾ മുതലാളിമാർക്ക് അതിലൊരു പങ്കുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഈ അബ്ദുറഹ്മാനെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിനു മുമ്പും സ്റ്റാഫുകൾ പറഞ്ഞിട്ട് അവർ ചെവിക്കൊണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെ, തീർച്ചയായും. ഞങ്ങളിപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ അവിടുത്തെ മറ്റു സ്റ്റാഫുകൾ, അവിടുത്തെ നഴ്സുമാരൊക്കെ പറയുന്നത് പിന്നെ ഇദ്ദേഹം വന്ന് അന്ന് തൊട്ട് മുതൽ ഓരോ വിഷയങ്ങളാണ്. എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിജീവിച്ചിങ്ങനെ പോവുകയാണ്. ഇനി അദ്ദേഹത്തെ ഒരു നിലക്കും എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം ഇവിടുന്ന് പോകും, ഞങ്ങൾ ഒരാളും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നല്ലേ. നാട്ടുകാരൻ സമ്മതിക്കൂലല്ലോ അങ്ങനെ. പക്ഷേ വേറൊരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാണ് ഈ മാനേജ്മെന്റ് ചെയ്തുള്ളത്. സസ്പെൻഡ് കൊണ്ട് കാര്യമില്ല. അത് മാനേജ്മെന്റിന്റെ ഒരു തരികടയാണ്. അതിൽ മാനേജ്മെന്റ് മഹാമോശമാണ്. മാനേജ്മെന്റിന്റെ മോശം ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഇതാണ്. മാനേജ്മെന്റിന്റെ കൈ ഇതിലുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ സസ്പെൻഡ് ചെയ്തത്, സസ്പെൻഡ് അല്ല, അവനെ ഡിസ്മിസ് ചെയ്തിട്ട് അവരെ തെരഞ്ഞു പിടിച്ചിട്ട് അവര് അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിലസുമ്പോൾ, ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, എന്തുകൊണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത ആളുകൾ ജയിലിൽ കിടക്കുന്ന നമുക്കറിയാമല്ലോ, എത്ര നിരപരാധികൾ. ഇവൻ കുറ്റം ചെയ്തിട്ട് ഇങ്ങനെ വിലസുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? ഇവനിപ്പോ പെണ്ണിനെ ഇവൻ കൊന്നു, ഇവൻ കൊലയാളിയാണ്, ഉറപ്പായിട്ടും കൊലയാളി. ഇവനക്ക് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ കൊടുക്കണം, അത് കൊടുക്കും, നിയമം അത് കൊടുക്കും. പക്ഷെ മാനേജ്മെന്റ് ഇപ്പോഴും അവനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താ വെച്ചാൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത് എന്ത് സംസാരമാണ്? സസ്പെൻസിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. അതാണ് ഈ സസ്പെൻഡ്. അത് അവനക്കും അറിയാം. അപ്പൊ അവനോടൊപ്പം മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ധൈര്യമാണ്
ഇതാണ് അവനെ ഇതിന് പ്രേരിപ്പിച്ചത്. തീർച്ചയായും ഈ മാനേജ്മെന്റ് എന്നോടൊപ്പം ഉണ്ട്, എന്ത് സംഭവിച്ചാലും മാനേജ്മെന്റ് എന്നെ കൈവിടില്ല എന്നുള്ള ആ ധൈര്യമാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നല്ല കുറ്റവാളിയാണ് ഈ മാനേജ്മെന്റ്. നല്ല കുറ്റവാളിയാണ് മാനേജ്മെന്റ്. അതിന് കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരം ചെയ്തിട്ടുള്ളത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റും നഷ്ടപരിഹാരം കൊടുക്കണം, അവനും നഷ്ടപരിഹാരം കൊടുക്കണം. തീർച്ചയായിട്ടും. കാരണം ഒരു കുട്ടി മരണപ്പെട്ട ഒരു സംഭവമാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 10,000 20,000 കൊടുത്ത് ഒഴിവാക്കാൻ കഴിയും. ഇത് അതല്ല, ഇതാ ഒരു കുടുംബത്തിലെ അത്താണിയാണ്, ആ കുട്ടിയാണ് മരണപ്പെട്ടിരുന്നത്. അവരെ കുടുംബം വളരെ കഷ്ടപ്പാടുള്ള, ഞങ്ങൾ അന്വേഷിച്ചു, വളരെ കഷ്ടപ്പാടുള്ള കുടുംബമാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം. കുട്ടി മരണപ്പെട്ടു. മാത്രമല്ല ആ കുട്ടി ജീവിതത്തിലെ വലിയ പ്രതീക്ഷകളാണ് ആ ഉമ്മക്കും വാപ്പക്കും വന്ന് കൊടുത്തത്. ഞാൻ നിങ്ങളെ ഉംറയ്ക്ക് കൊണ്ടുപോകും, വിദേശത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അത്രയും വലിയ പ്രതീക്ഷകൾ കൊടുക്കുമ്പോൾ അവിടെ ആ കണക്കൂട്ടൽ മുഴുവനും തകർത്ത് ഈ മൃഗം നീചനായ മനുഷ്യൻ അബ്ദുറഹ്മാൻ എന്ന മൃഗം തകർത്തെറിഞ്ഞു. അപ്പോൾ ഇനി അവനക്കൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല. അവന്റെ ജീവിതം എടുത്തിട്ട് ഇവളെ കുടുംബത്തിന് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം അവൻ ഒന്നിനാത്രം പോകുന്നൊരു മനുഷ്യനാണ്. മാത്രമല്ല ഇത് അദ്ദേഹത്തിന് പിന്നെ ഈ സസ്പെൻഡ് മാത്രം പോരല്ലോ, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിരുന്ന് പീഡനം സഹിച്ച് മനസ്സിലാക്കുമ്പോഴല്ലേ ഇനി ഇത് ആവർത്തിക്കായിരിക്കുള്ളൂ. വീണ്ടും ഇദ്ദേഹത്തിന് പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അദ്ദേഹം കയറി കഴിഞ്ഞാൽ വീണ്ടും തന്നെ ആവർത്തിക്കാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ ശരിക്കും മീഡിയകൾ അവന്റെ ഫോട്ടോ പോലും ശരിക്കും വിട്ടിട്ടില്ല. അവനൊരു ഒരു ചെറിയൊരു കാണിക്കൽ ഫോട്ടോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചെറിയൊരു ഫോട്ടോ. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തും ആരെ ഈ മാനേജ്മെന്റിനെ. അങ്ങനത്തെ ഒരു കോലത്തിലേക്കാണ് വരുന്നത്. മാനേജ്മെന്റിന് തീരെ ബുദ്ധി ഇല്ല എന്നാ തോന്നുന്നത്. എന്താ നമ്മൾ ബുദ്ധിപരമായിട്ടല്ല അവര് നീങ്ങി. അവരാണ് മാനേജ്മെന്റ് ആണ്. പിന്നെ ഇതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാനും പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവരാണ് ഇനി മുൻകൈ എടുക്കേണ്ടത്. മാത്രമല്ല ഈ ഹോസ്പിറ്റലുകാർ, ഈ മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇത്ര അഹങ്കാരം കാട്ടിന? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കുറ്റിപ്പുറത്ത് 2-3 ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ വരികയാണ്, വളർന്നു വരുന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നേരത്തെയുള്ള ഈ ഹോസ്പിറ്റൽ എങ്ങനെയെല്ലാം നിലനിർത്താനാണ് നോക്കേണ്ടത്. അപ്പോൾ മാനേജ്മെന്റ് ഇതിനെ തകർക്കാനാണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയല്ല സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അപ്പം തന്നെ അവനക്ക് നേരെ അവനാണ്ട് പിടിച്ചിട്ട് കൊടുക്കുക ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം ഈ ഹോസ്പിറ്റലിന് കളങ്കം വരുന്ന രൂപത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിഷയമാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ശക്തമായ നടപടി അവനക്കെതിരെ ഹോസ്പിറ്റലും ഞങ്ങളെ ഈ രാഷ്ട്രീയക്കാരെ കൂടെ ഈ പീഡനങ്ങൾക്ക് ഇപ്പോൾ പിന്നെ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഒരു വിഷയമുണ്ട്. അവിടുത്തെ മാനേജ്മെന്റ് പറയും, എന്തെങ്കിലും പുറത്ത് നിന്ന് ഒരു പിന്നെ പീഡന കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഉത്തരവാദിത്തമാവുന്നതല്ല, ഞങ്ങൾ അവർക്കാണ്ട് കൊടുക്കും എന്നാ പറയല് സ്റ്റാഫുകളോട്. അത്രക്കും കൈ കഴിഞ്ഞിട്ടാ പറയല്. ആ സ്ഥാനത്ത് ഇവർ ചെയ്തത്, ഈ മാനേജ്മെന്റ് ചെയ്തത് ഒട്ടും ശരിയല്ല, തീരെ ശരിയല്ല എന്നുള്ളത് ഇന്നലെ കുറ്റിപ്പുറം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കത് കാണായിരുന്നു. ഇന്നലെ സമര പരമ്പരയായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമരമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഇനിയും സമരം തുടരും. മാത്രവുമല്ല പൊതുജനങ്ങളോട് ഒപ്പുമെല്ലാം ശേഖരിച്ച് വേണ്ടി വന്നാൽ മറ്റു സമരമുറകളിലേക്ക് നീങ്ങാനാണ് വിജയം വരേക്കും സമരം ചെയ്യാനാണ് PDPയുടെ തീരുമാനം. മറ്റുള്ള അവിടുത്തെ എല്ലാ സംഘടനകളുടെയും സംയുക്ത സമരസമിതി ഉണ്ടാക്കാനുള്ള തീരുമാനം. പ്രത്യേകിച്ച് ഈ കുറ്റിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടികൾ പലതാണെങ്കിലും ആളുകൾ ഒന്നാണ്. എല്ലാ പാർട്ടികളും ഒരു കാര്യം വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഒരുമിക്കാറുണ്ട്. ഇവിടെ അത് BJP ആവട്ടെ RS ആരായാലും എല്ലാവരും ഇതിന് അനുകൂലിക്കുന്ന ആളുകളാണ് ഇവിടെ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മനുഷ്യത്തുള്ള ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെട്ടിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അത് വലിയൊരു വിഷയം തന്നെയല്ലേ. എങ്ങനെയായാലും പാവം ഒരു കുട്ടി, ആ കുട്ടിക്ക് ജ്യേഷ്ഠത്തിയോടും അനിയത്തിയോടും ആരെങ്കിലും ഉണ്ട്? ഒരു ജ്യേഷ്ഠത്തി ഉണ്ട്, ഒരു ആങ്ങളയുണ്ട്, പിന്നെ വാപ്പ ഒരു കടയിൽ ജോലി ചെയ്യുന്നതാണ്, പിന്നെ ഉമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഒരു ചെറിയൊരു കുടുംബമാണ്, പ്രതീക്ഷയോടെ വളർന്നു വന്ന ഒരു ദയനീയ കുടുംബം. എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും അങ്ങനെയായിരുന്നു. എന്നാലും വല്ലാത്ത. മാത്രമല്ല ആ കുട്ടി പക്ഷെ അവള് ആത്മഹത്യ ചെയ്തത് പിന്നെ വേണ്ടി ഉണ്ടായിരുന്നില്ല.
സത്യത്തിൽ ഇന്നത്തെ കാലം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പെൺകുട്ടികൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആണുങ്ങളെ ബുദ്ധിയല്ല പെൺകുട്ടികൾക്ക്. അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു വെള്ളക്കെട്ട് കാണുമ്പോൾ അപ്പോൾ എന്താണോ ചിന്തിച്ചത് ആ വെള്ളക്കെട്ടിലേക്ക് ചാടും. അങ്ങനെയാണ് അവർ ബുദ്ധി, വളഞ്ഞ ബുദ്ധി എന്ന് പറയലുണ്ടല്ലോ, വളഞ്ഞ ബുദ്ധി എന്ന് പറയും. അതെ അതെ അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ നമുക്കിനി പ്രാർത്ഥിക്കാം ആ കുട്ടി, അല്ലാഹു തആല ആ കുട്ടിക്ക് പുറത്ത് കൊടുക്കട്ടെ എങ്ങനെയായാലും. കാരണം പിന്നെ അവള് സ്വന്തം സ്വന്തം ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത്. ഈ മൃഗം അബ്ദുറഹ്മാൻ എന്ന മൃഗത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന് നല്ല പേടിപ്പിച്ചിരിക്കണം അവളെ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതാവില്ല. അവളപ്പോൾ വഴങ്ങിക്കൊടുക്കൂല, ഞാൻ വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് പൊതുജനത്തെ അറിയിക്കാൻ വേണ്ടിയാണ് അവൾ ആത്മഹത്യ. തീർച്ചയായിട്ടും അല്ലാഹു തആല അവൾക്ക് പുറത്ത് കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം, പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ വിഷയം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്.